ഇസ്ലാം മതവിശ്വാസിക്ക് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിയും എന്ന ചോദ്യമാണല്ലോ സമീപ ദിവസങ്ങളിലെ സമൂഹ മാധ്യമങ്ങളിലെയും പുറത്തുള്ള മാധ്യമങ്ങളിലെയും ഇപ്പോഴത്തെ ഒരു ലൈവ് ചർച്ച. മുൻ മന്ത്രി, മുൻ MLA KT ജലീൽ ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ള ആ നിലയിൽ നിന്ന് മാറിക്കൊണ്ട് CPIMന്റെ മുഴുവൻ സമയ അംഗമാകാൻ തീരുമാനിക്കുകയും അതിന് അദ്ദേഹവും ഭാര്യയും അപേക്ഷ കൊടുക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പുതിയ ചർച്ച രൂപപ്പെട്ടിരിക്കുന്നത്. അത് പല തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക വിശ്വാസി എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ പിന്തുടരാൻ കഴിയില്ല. അങ്ങനെയാണ് കുറേ ആളുകൾ പറയുന്നത്. കമ്മ്യൂണിസവും ഇസ്ലാമും രണ്ടറകളിലുള്ളതാണ്. അത് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഒരുപാട് സമയവും ഒരുപാട് അധ്വാനവും ഒരുപാട് മഷിയും ചിന്തയും ഒക്കെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ മണ്ടത്തരമാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് തുല്യനാണ്. യഥാർത്ഥ വിശ്വാസി ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് തുല്യമാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇസ്ലാമിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ കാര്യത്തിലോ ക്രിസ്ത്യാനിയുടെ കാര്യത്തിലോ ഹിന്ദുവിൻ്റെ കാര്യത്തിലോ ഏത് വിശ്വാസിയുടെ കാര്യത്തിലെടുത്താലും ആ ആൾ അല്ലെങ്കിൽ അവൾ ഏത് ജെൻഡറിൽപ്പെട്ട ആളാണെങ്കിലും വിശ്വാസപരമായി യഥാർത്ഥ വിശ്വാസത്തെ അതിൻ്റെ തനിമയിൽ പ്രതിനിധാനം ചെയ്യുന്ന ആളാണെങ്കിൽ അവർ ഒരു നല്ല ഇടതുപക്ഷക്കാരൻ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരി, നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുഴുവൻ സമാധാനവും നന്മയും ആഗ്രഹിക്കുന്ന ആളാണ്. സഹജീവികളോടുള്ള സ്നേഹം, മതനിരപേക്ഷത, വിശക്കുന്നവരോടും പട്ടിണി കിടക്കുന്നവരോടും അധ്വാനിക്കുന്നവരോടും തൊഴിലാളി വർഗത്തോടുമുള്ള തികഞ്ഞ കലർപ്പില്ലാത്ത പ്രതിബദ്ധത, സാമൂഹിക നവോത്ഥാനത്തോടുള്ള തികഞ്ഞ സത്യസന്ധമായ ആത്മാർത്ഥത, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് യഥാർത്ഥ മുസ്ലിമും പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു യഥാർത്ഥ മുസ്ലിം തികഞ്ഞ സെക്യുലറായിരിക്കും. ഒരു യഥാർത്ഥ മുസ്ലിം ഒട്ടും വർഗീയവാദിയായിരിക്കില്ല. ഒരു യഥാർത്ഥ മുസ്ലിം സഹജീവികളുള്ള സ്നേഹത്തിൽ ഒന്നാമതായിരിക്കും. യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ മുസ്ലിം പാവപ്പെട്ടവരോടും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തോടും ഏറ്റവും കൂടുതൽ പ്രതിബദ്ധതയുള്ള സ്നേഹമുള്ള ആളായിരിക്കും. അതായത് അധ്വാനിക്കുന്നവർക്ക് കൃത്യമായി വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് ശമ്പളം കൊടുക്കണം, കൂലി കൊടുക്കണം എന്നാണ് പ്രവാചകന്റെ അധ്യാപനം. ഇതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത്. അതിനു വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകമെമ്പാടും രൂപം കൊണ്ടത്, അല്ലേ? തൊഴിലാളി വർഗത്തിൻ്റെ, തൊഴിലെടുക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടി, അവർക്ക് അധ്വാനിക്കുന്നതിന് മതിയായ കൂലി കൃത്യമായി കിട്ടുക, മതിയായ വിശ്രമം കൃത്യമായി കിട്ടുക, മതിയായ വിനോദത്തിന് സമയം കിട്ടുക, അവർക്ക് ജോലിയെടുക്കുന്നവന് മാന്യമായി അന്തസ്സോടെ ജീവിക്കാനുള്ള അവസരമൊരുക്കുക. അതാണ് അടിസ്ഥാനപരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രൂപം കൊള്ളേണ്ട ഉദയത്തിൻ്റെ തന്നെ കാരണം. സൈദ്ധാന്തികമായി നമ്മൾ ഒരുപാട് പോകേണ്ടതില്ല. പ്രായോഗികമായി പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ വിശ്വാസി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന് തുല്യനാണ്. നിങ്ങൾ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? വേസ്റ്റാക്കില്ല. വെറും വർത്തമാനം പറയുന്നതല്ല. ഭക്ഷണം വലിച്ചെറിയാതെ അതിൻ്റെ മാന്യതയിൽ, അന്തസ്സിൽ, അതിൻ്റെ മൂല്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. മുസ്ലിമും അങ്ങനെ തന്നെയാണ്. ഒരു യഥാർത്ഥ മുസ്ലിം, ഒരു യഥാർത്ഥ വിശ്വാസി ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭക്ഷണത്തെ എങ്ങനെ വേസ്റ്റാക്കാതെ, നഷ്ടപ്പെടുത്താതെ, ഉപേക്ഷിക്കാതെ ഭക്ഷണം കഴിക്കാം എന്ന്. അത് പലപ്പോഴും ഞങ്ങളൊക്കെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരം താരതമ്യം ചെയ്യാനുള്ള കാര്യമാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റും യഥാർത്ഥ മുസ്ലിമും യഥാർത്ഥ ക്രിസ്ത്യാനിയും യഥാർത്ഥ ഹിന്ദുവും യഥാർത്ഥ വിശ്വാസി ആരാണോ ആ ആൾ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണോ നന്മ, ആ നന്മയ്ക്കൊപ്പം നിൽക്കലാണ് ഏത് കാര്യത്തിലും വിശ്വാസിയും കമ്മ്യൂണിസ്റ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ വിശ്വാസവും ഇടതുപക്ഷവും ചേർന്ന് തന്നെ പോകും. അത് മുസ്ലിമിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച എന്നതുകൊണ്ട് അടിവരയിട്ട് പറയുകയാണ്, നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ സഹജീവി സ്നേഹമുള്ള, ലോകസമാധാനം ആഗ്രഹിക്കുന്ന, വർഗീയവാദിയല്ലാത്ത, മതനിരപേക്ഷതയോട് 100% കൂറുള്ള മുസ്ലിം ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റിന് തുല്യനാണ്. ഈ പറഞ്ഞതെല്ലാം ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റിനും ചേരുന്ന കാര്യങ്ങൾ തന്നെയാണ്.
നിങ്ങൾക്കറിയാമോ, മാപ്ലാവ് എന്നൊരു പ്രയോഗമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. ഈ ലീഗുമായി ബന്ധപ്പെട്ട കുറേ ആളുകൾ സൃഷ്ടിച്ച ഒരു പ്രയോഗമാണ് മാപ്ലാവ്. മാപ്ലാവ് എന്ന് പറഞ്ഞാൽ സഖാവിനും മാപ്പിളയ്ക്കും ഇടയിലുള്ള എന്തോ ഒരു സാധനമാണത്രേ. അതായത് തികഞ്ഞ സഖാവായ ഒരു മുസ്ലിമിനെ കളിയാക്കുന്ന പേരാണ്. ഒന്നാമത്തെ കാര്യം, മാപ്പിള എന്ന പ്രയോഗം തികഞ്ഞ വംശീയ സ്വഭാവമുള്ള പ്രയോഗമാണ്. അതൊരു മുസ്ലിം ലീഗുകാരൻ പറയുമ്പോൾ എത്രത്തോളം പരിഹാസ്യമാകുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അത് മാപ്പിള കലാപം, മാപ്പിള ലഹള തുടങ്ങിയ മലബാറിലെ കർഷക കലാപത്തെ തെറ്റായി വ്യാഖ്യാനിക്കാൻ വേണ്ടി വർഗീയവാദികളായ ആളുകൾ പ്രചരിപ്പിച്ച പേരുകളാണ് മാപ്പിള എന്ന് ചേർത്തിട്ട്. അതിന് തുടർച്ചയായി ഒരു കാലത്ത് കേരളത്തിൽ മുസ്ലിം സംവരണത്തിൽ മാപ്പിള സംവരണവും മുസ്ലിം സംവരണവും രണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഡിവിഷനൊക്കെ മാറ്റി ഇപ്പോൾ മുസ്ലിം സംവരണം മാത്രമാണ്. ഈഴവ സംവരണം പോലെ, അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്ക സംവരണം പോലെ, പട്ടികജാതി സംവരണം പോലെ, പട്ടികവർഗ സംവരണം പോലെ മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം മുസ്ലിങ്ങൾക്ക് മാത്രമാണ്. മാപ്പിള എന്നുള്ള വേർതിരിവൊക്കെ മാറി. അങ്ങനെ ഒരു കാലത്താണ് മാപ്പിള എന്ന പേരിനോട് സഖാവ് എന്ന പേരിനെ ചേർത്തിട്ട് മാപ്ലാവ് എന്ന വികൃതമായ വികലമായ തികച്ചും വംശീയവും തികച്ചും മുസ്ലിം വിരുദ്ധവുമായ ഒരു പ്രയോഗം മുസ്ലിങ്ങളിൽ നിന്ന്, മുസ്ലിം ലീഗിൽ നിന്ന്, മുസ്ലിം പേരുള്ള പാർട്ടിയാണല്ലോ ഉണ്ടാവുന്നത്, സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ നിന്ന് മുസ്ലിം സഖാക്കൾക്കെതിരെ വരുന്ന ഏറ്റവും അപമാനകരമെന്ന് അവർ വിചാരിക്കുന്ന ഒരു പ്രയോഗമാണ് മാപ്ലാവ്. നിങ്ങൾക്കറിയാമോ, പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരിട്ടുള്ള സഹാബത്തിനെ, ഈ വാക്ക് മുസ്ലിം വിശ്വാസികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. പ്രവാചകനിൽ നിന്ന് നേരിട്ട് വിശ്വാസം സ്വീകരിച്ച ആളുകളെ പറയുന്ന പേരാണ് സഹാബത്ത്. ഇപ്പം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി തുടങ്ങിയ ആദ്യത്തെ ഖലീഫമാർ, അതുപോലെ നിരവധി ആളുകൾ പ്രവാചകനിൽ നേരിട്ട് ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്. അവരെ സഹാബത്ത് എന്നാണ് വിളിക്കുന്നത്. ആ സഹാബത്തിൻ്റെ മലയാളം സഖാവ് എന്നാണ് എന്ന് എത്ര പേർക്കറിയാം? നബിയുടെ സഖാക്കൾ എന്ന് പ്രസംഗങ്ങളിലും ക്ലാസ്സുകളിലും ജുമുഅ ഖുത്ബകളിൽ പോലും പറയുന്ന നിരവധി മുസ്ലിം പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല, വേണമെങ്കിൽ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോളൂ. നബിയുടെ സഖാക്കൾ എന്ന് പറയാൻ നബിയുടെ സഹാബത്ത്, നബിയുടെ ഏറ്റവും വിശ്വസ്തനായ ഹൃദയബന്ധമുണ്ടായിരുന്ന സഹാബി ആണ് അബൂബക്കർ സിദ്ദീഖ്, ഒന്നാം ഖലീഫ. നബിയുടെ സഖാവ് ആയിരുന്നു അദ്ദേഹം. ഉമർ നബിയുടെ സഖാവായിരുന്നു. നബിക്ക് വേണ്ടി വേണമെങ്കിൽ ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള, പ്രവാചകൻ മരിച്ചു കിടക്കുമ്പോൾ, പ്രവാചകൻ മരിച്ചു എന്ന് വിശ്വസിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, എൻ്റെ പ്രവാചകൻ മരിച്ചു എന്ന് നിങ്ങളാരെങ്കിലും പറഞ്ഞാൽ ഞാൻ വാളെടുക്കും എന്ന് പറഞ്ഞ ആളാണ് ഉമർ. നബിയുടെ സഖാവായിരുന്നു. ആ സഖാവിനെയാണ്, ആ സഖാവ് എന്ന പ്രയോഗത്തെയാണ് നിങ്ങളിൽ ചിലർ മാപ്ലാവ് എന്നൊക്കെ പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇനിയെങ്കിലും കുറച്ചുകൂടി നവീകരിക്കണം. സംഘപരിവാറിൻ്റെ വക്താക്കളാണ് പറയുന്നതെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന വംശീയ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണെന്ന് പറയാം. പക്ഷേ അവർ മാപ്ലാവ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അവർ ജിഹാദികൾ എന്നൊക്കെ പറയാറുണ്ട്, അവർ മറ്റു പല പേരുകളും വിളിച്ച് ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ മാപ്ലാവ് എന്ന തികഞ്ഞ വംശീയമായ ഒരു പ്രയോഗം മുസ്ലിം സഖാക്കൾക്കെതിരെ, അതായത് കമ്മ്യൂണിസ്റ്റുകാരായ ഇടതുപക്ഷക്കാരായ തികഞ്ഞ പ്രതിബദ്ധതയോടുകൂടി സമൂഹത്തോട് സംവദിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സഖാവായ മുസ്ലിമിനെ മുസ്ലിം ലീഗർ വിളിക്കുന്ന കളിയാക്കി പേരാണ് മാപ്ലാവ്. അപ്പോൾ കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ സമസ്ത കേരള മുസ്ലിം ജമിയത്തുൽ ഉലമ ആണ് എന്ന് പറയും. സമസ്തയുടെ പല നേതാക്കന്മാരും, ഇപ്പോൾ കാന്തപുരം അടക്കം അല്ലെങ്കിൽ ജിഫ്രി തങ്ങൾ അടക്കമുള്ള ആളുകൾ, ഇവരൊക്കെ ഇടതുപക്ഷവുമായി ചേർന്ന് പോകുന്നവരാണ്. അവർ ഡയറക്റ്റ് സഖാക്കളായിരിക്കില്ല, സഖാവ് എന്ന് അവരാരും വിളിക്കാറുമുണ്ടാവില്ല. പക്ഷേ അവർ നബിയുടെ സഖാക്കളായ ആളുകളെ സ്നേഹിക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ സഖാക്കളായ ആളുകളാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ വിളിക്കുന്ന മാപ്ലാവ് എന്ന പേരുകൾ കാന്തപുരം ഉസ്താദിനും ജിഫ്രി തങ്ങൾക്കും അടക്കം ചെന്ന് കൊള്ളുന്നു എന്നെങ്കിലും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വിവേകവും മുസ്ലിം ലീഗിലെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന അതിതീവ്രവാദികളായ വംശീയവാദികൾക്ക് ഉണ്ടാവണം. കെ.ടി. ജലീൽ, അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി അടക്കമുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ മാത്രം കാര്യം ഡിസ്കസ് ചെയ്താൽ തന്നെ ഇടതുപക്ഷത്തോട് CPM ചേർന്ന് പോകുന്നവരുണ്ട്. അവർ 5 നേരം നമസ്കരിക്കുന്നവരാണ്.
5 നേരത്തെ നമസ്കാരത്തിൽ ഒന്നുപോലും മുടക്കാത്തവരാണ്. അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അവർ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അതേ രീതിയിൽ തന്നെ ചേർന്ന് പോകുന്നവരാണ്. ഇസ്ലാമിനെ പിന്തുടരുന്നവരാണ്. 30 നോമ്പിൽ ഒന്നുപോലും നഷ്ടപ്പെടുത്താത്തവരാണ് റംസാൻ മാസത്തിൽ. പക്ഷേ അവർ തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരാണ്, തികഞ്ഞ സഖാക്കളാണ്. ഇതുകൊണ്ടെന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് കാര്യം. യഥാർത്ഥ മുസ്ലിം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് തുല്യം. അതാണ് കാര്യം. അതുകൊണ്ട് ഈ പറയുന്ന ചപ്പടാച്ചികളൊന്നും ഇസ്ലാമിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും 2 അറകളിലാക്കി, വെള്ളം കയറാത്ത അറകളിലാക്കിയിട്ട് വേർതിരിച്ച് നിങ്ങൾ മുസ്ലിം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ, അല്ലെങ്കിൽ ഇവർ കമ്മ്യൂണിസ്റ്റ് ഇവർ മുസ്ലിം എന്ന രീതിയിൽ വേർതിരിക്കാനൊന്നും കഴിയില്ല. എല്ലാം ഒന്ന് തന്നെയാണ്. അടിസ്ഥാനം മനുഷ്യ സ്നേഹമാണ്, മാനവിക സ്നേഹമാണ്, ലോക സമാധാനമാണ്. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ ജനാധിപത്യത്തിനും മതേതരത്തിനും വേണ്ടിയുള്ള ശക്തമായ നിലപാടാണ് ഇവരുടെ എല്ലാം അടിസ്ഥാന സ്വഭാവം. അത് മാപ്ലാവെന്ന് വിളിച്ചാലും അതിനപ്പുറത്ത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വിളിച്ചാലും ഇല്ലാതാവില്ല, തളർന്നും തകർന്നും പോവുകയുമില്ല. തൽക്കാലം ഇത്ര മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം.